അഖിൽമാരാരെ പോലുള്ള അല്ലെങ്കിൽ സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ സ്വാധീനിക്കാൻ കഴിവുള്ള വ്യക്തിത്വങ്ങളെ BJP-യിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ നിയമസഭാ ഇലക്ഷനിൽ ഇറക്കുന്നതോടുകൂടി BJP എന്താ അല്ലെങ്കിൽ NDA എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചോട്ടെ. ബബിത ഒരു പെൺകുട്ടിയാണ്, BJP പ്രവർത്തകയാണ്. ഈ കഴിഞ്ഞ ഇലക്ഷന് മത്സരിച്ചിരുന്നു, പഞ്ചായത്ത് ഇലക്ഷൻ. ബബിതയെ പോലൊരു വ്യക്തിക്ക്, ബബിതയ്ക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, സ്വന്തം ജെൻഡറിൻ്റെ പൊളിറ്റിക്സ്, നാഷണൽ പൊളിറ്റിക്സ്, ഇതുള്ളൊരു വ്യക്തി. അങ്ങനത്തെ വ്യക്തി അഖിൽമാരാരെ എങ്ങനെ കാണുന്നു എന്നൊന്ന് പറയാമോ? അഖിൽമാരാരെന്ന് പറയുമ്പോൾ നമുക്ക് സ്ത്രീ വോട്ടർമാരെ ഒരുപാട് സ്വാധീനിക്കാൻ അല്ലെങ്കിൽ യുവജനങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു. ഓക്കെ, എന്താണ് അഖിൽമാരാരിൽ സ്ത്രീകളുടെ യുവജനങ്ങൾ പ്ലസ് പോയിന്റ് കാണുന്നതെന്ന് പറയും? ഒരു ബിഗ് ബോസ് താരത്തിനേക്കാൾ ഉപരി സാധാരണക്കാരിൽ ഒരാളായിട്ട് നമുക്ക് ഒരേ സമയം അദ്ദേഹം ബിഗ് ബോസ് താരമാണ്, ഒപ്പം സാധാരണക്കാരനാണ്. അപ്പോൾ ഈ ബിഗ് ബോസ് താരം എന്നുള്ള നിലയ്ക്ക് പുള്ളി പേരെടുത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബ സദസ്സുകൾക്ക് വളരെ വ്യക്തിപരമായിട്ട് അറിയുന്ന പ്രിയങ്കരനായിട്ടൊരു വ്യക്തിയായിട്ട് മാറി. അയാളുടെ രണ്ടാം ഘട്ടം പിന്നെ ഞാൻ കാണുന്നത് നിലപാടുകളാണ്. അയാൾ വ്യക്തമായിട്ടുള്ള നിലപാട് ഓരോ കാര്യത്തിലും എടുക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്കുന്ന നിലപാടുകൾക്ക് സമൂഹത്തിൽ സ്വീകാര്യതയുണ്ട്. പിന്നെ ക്ലാരിറ്റി, ഏതൊരു കാര്യത്തിലും പുള്ളി പറയുമ്പോൾ ഒരു ക്ലാരിറ്റി. അപ്പം അയാളുടെ ക്ലാരിറ്റി, അയാളുടെ നിലപാടും സമൂഹത്തിന് ഇഷ്ടമാണ്. ദെൻ ഹീസ് എ യങ്സ്റ്റർ, നല്ലൊരു ചെറുപ്പക്കാരനാണ്. ഞാൻ ഇന്നലെ കണ്ടിരുന്നു അഖിൽമാരാരെ. അദ്ദേഹം NDAയുടെ ഉദ്ഘാടനത്തിൻ്റെ മീറ്റിങ്ങിൽ ഇവിടെ കാക്കനാട്ട് ആ ഓഫീസിൻ്റെ ഇതിന് വന്നിരുന്നു. അപ്പം ജസ്റ്റ് ഒരു നിമിഷം ഒന്ന് കണ്ട് ഒന്ന് വിഷ് ചെയ്യാൻ പറ്റി. അപ്പോൾ കാണാൻ പറ്റി, എനിക്ക് സന്തോഷമായി സത്യത്തിൽ. അയാളുടെ ഒരു പ്ലസൻറ്റ് ഫേസ്, ആ ചിരിക്കുന്ന മുഖം, അത് കാണാൻ പറ്റിയത് എനിക്ക് വളരെ സന്തോഷമായി. ഈ BJP എന്ന് പറയുന്ന പാർട്ടി, അതാണ് ഇന്ത്യയിലെ പ്രധാന ഘടകകക്ഷി എന്ന് പറയുന്നത്. NDA ഒരു പുതുതലമുറ പാർട്ടി അല്ല, 2020 ഒരു പുതുതലമുറ പാർട്ടിയാണ്. പുതുതലമുറ പാർട്ടിയിൽ സ്വാഭാവികമായിട്ടും വരുന്ന നേതാക്കന്മാർ, യു കോണ്ട് എക്സ്പെക്ട് ദം ടു ബി മോർ ദാൻ 70. അവർ 70-80 കഴിഞ്ഞ ആൾക്കാരായിരിക്കില്ല. അവർക്കിടയിൽ കുറേ പേര് 50-നും 70-നും വയസ്സുള്ള, ഇല്ല 50-നും 60-നും ഇടയ്ക്കുള്ളവരാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ 50 താഴെയുള്ളവരായിരിക്കും. പക്ഷേ അവർക്കിടയിൽ 30 താഴെയുള്ളവരും കൂടെ കയറി വരുന്നു എന്നൊരു പ്രതിഭാസം കാണുന്നുണ്ട്. അപ്പം പുതിയ രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ടും പുതിയ സാധ്യതകളെ പറ്റി ചിന്തിക്കുന്നതുകൊണ്ടും പുതിയ രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടും ആ പുതുമ അവർക്കാവാം. ഒരു ജെൻസി യുഗം, എക്സാക്ട്ലി, അവർക്കൊരു ജെൻസി യുഗത്തിലേക്ക് വളരെ എളുപ്പമാണ് കിടക്കാൻ. ബട്ട് ഓൺ ദി അതർ ഹാൻഡ്, അപ്പോൾ BJP എന്താ കിളവന്മാരുടെ പാർട്ടിയാണോ ഒരു ചോദ്യം വരും. ഏറ്റവും വലിയ തലമുറ മാറ്റം പ്രഖ്യാപിച്ചത് BJP-യാണ്. നിതിൻ നബീൻ 45 വയസ്സുള്ള വ്യക്തിയെ ബാക്കിയുള്ള BJP-യിലെ വലിയ 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 A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ് എല്ലാ നേതാക്കന്മാരെയും മറികടന്ന് ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം BJP പ്രവർത്തകരും കേൾക്കാതിരുന്നൊരു വ്യക്തിയെ പിടിച്ചു. അതായത് 45 വയസ്സ് മധ്യവയസ്സെന്ന് പറയാൻ പോലും അത് ചെറുപ്പമാണ്. കാരണം ഇന്ത്യയിലെ പല രാഷ്ട്രീയക്കാരെ നോക്കൂ, പേരെടുത്ത് മിന്നി നിൽക്കുന്ന രാഷ്ട്രീയക്കാർ, ഖാർഗെ, പവാർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണല്ലോ. അവരെയൊക്കെ ഇന്നും അവർ കഴിഞ്ഞുള്ള രാഷ്ട്രീയം, ദേവഗൗഡ, ഇങ്ങനെയുള്ളവർ നിൽക്കുകയാണ്. BJP പക്ഷേ ഒരു പ്രായം കഴിഞ്ഞാൽ അവരോടൊന്ന് ദയവായിട്ട് വിശ്രമിക്കുക എന്ന് പറയുന്നുണ്ട്. 90-100 വയസ്സുള്ള ആൾക്കാർ അവർക്കുള്ളതല്ല രാഷ്ട്രീയ പ്രവർത്തനം, അവരുടെ ഏജിന് പറ്റുന്നതല്ല, അവരെയും ബുദ്ധിമുട്ടിക്കേണ്ട. അപ്പോൾ ചെറുപ്പക്കാരിലേക്ക് കൂടുതൽ ഷിഫ്റ്റ് ചെയ്യാൻ BJP സ്വയം ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ നിതിൻ നബീനെ പോലുള്ള ആളെ അങ്ങനെ കൊണ്ടുവരില്ല. അദ്ദേഹം വന്നു, നാഷണൽ പ്രസിഡൻ്റായി. ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള മാറ്റമാണ്. BJP-യിൽ അടിമുടി അങ്ങനൊരു മാറ്റം വരും. അങ്ങനൊരു മാറ്റം വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ കണ്ടത് അഖിൽമാരാരെ പോലുള്ള വ്യക്തികൾ NDA-ക്കകത്ത് വളർന്നു വരേണ്ടത്. ഇനി ഓക്കെ, അഖിൽമാരാര് കേരളത്തിലല്ലേ, 2020 അല്ലേ, വേറെ പാർട്ടിയല്ലേ, ഒക്കെ അവിടെ നിൽക്കട്ടെ. മൈഥിലി താക്കൂറിനെ കാണും. കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്നിരുന്നു, കഴിഞ്ഞ ആഴ്ച കേരളത്തിൽ വന്ന് കുറേ ക്ഷേത്രങ്ങൾ, അദ്ദേഹം പുള്ളിക്കാരത്തി ഭജൻസിൻ്റെ ആളാണല്ലോ. അതെ, ഇന്ത്യൻ ജൻസി എങ്ങനെയാണെന്ന് മൈഥിലി താക്കൂർ പറഞ്ഞു തരുന്നുണ്ട്. എത്രയോ അമ്മമാരാണ് പോയിട്ട് ആ കുട്ടിയെ കെട്ടിപ്പിടിക്കുന്നത്, എന്നിട്ട് അതിനൊപ്പം നിന്ന് സെൽഫി എടുക്കുന്നു. നല്ല സാത്വികമായ, ശുദ്ധമായ, നിഷ്കളങ്കമായ പെരുമാറ്റമുള്ള ഒരു പെൺകുട്ടി. അവൾ അമ്പലങ്ങളിൽ തൊഴുതു, പാട്ടൊക്കെ പാടി, ഭജനൊക്കെ പാടി തിരിച്ചുപോയി. ഈ ഒരാളെ മോഡി തീരുമാനിക്കുകയാണ് ഇങ്ങനെ യങ്സ്റ്റർ BJP-യുടെ MLA ആവണം എന്ന് പറയുമ്പോൾ, ഇനി BJP-ക്ക് കൊണ്ട് ജെൻസി മുഖമാണെന്നുള്ള തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ അവർക്ക് പറ്റിയ ഏജ് ഗ്രൂപ്പുള്ള ഒരാളെയാണ്
നാഷണൽ പ്രസിഡൻ്റായിട്ട് വെച്ചത്. നമ്മൾ ആദ്യം കേട്ട് മൈഥിലി താക്കൂറിൻ്റെ പേരാണ്. കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴാണ് പുതിയ നാഷണൽ പ്രസിഡന്റ് പേര് കേൾക്കുന്നത്. അപ്പം മൈഥിലി താക്കൂർ കുറച്ചുകൂടെ പ്രശസ്തിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ തന്നെ 1-2 വർഷങ്ങളായിട്ട് ആളുടെ ഫോളോവറാണ് ഫേസ്ബുക്കിൽ. ഭജനൊക്കെ സ്ഥിരം കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ നമ്മുടെ നാഷണൽ പ്രസിഡന്റ് എനിക്കും അറിയില്ലായിരുന്നു. ഞാൻ തിരിച്ച് ഭൂപേന്ദ്ര യാദവ് കയറി വരുന്ന, അദ്ദേഹം വലിയ പ്രായമുള്ള വ്യക്തിയല്ല. പക്ഷേ വാർ റൂം നായകൻ എന്നുള്ള മട്ടിൽ ഇദ്ദേഹം വേറൊരു വാർ റൂം നായകൻ തന്നെയാണ്. അതുകൊണ്ട് വാർ റൂമുകൾ ആണ് ബി ജെ പിയുടെ ശരിക്കും പറഞ്ഞാൽ വിന്നിങ് ഇക്വേഷൻ. അവിടെ നിന്നാണ് അവരാ തീരുമാനിക്കുന്നത് എന്തൊക്കെ തന്ത്രങ്ങൾ എങ്ങനെ അടിത്തട്ടിൽ എന്തൊക്കെ സ്വാധീനിക്കാൻ നമുക്ക് പറ്റും. അപ്പം അതിൻ്റെ ഒരു അടിസ്ഥാന ചിന്തയാണ് ജെൻസി. ഈ ഏതൊരു നാടിൻ്റെയും ശക്തി എന്നുള്ളത് ചെറുപ്പക്കാരാണ്. അതിൻ്റെ ദൗർബല്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ചെറുപ്പക്കാർ മാറി നിൽക്കുമ്പോഴാണ്. ചെറുപ്പക്കാരിൽ അരാഷ്ട്രീയത വന്നാൽ നാട് നശിക്കും. അതായത് ഇന്നലകളിൽ അല്ലെങ്കിൽ അതിനും കുറച്ച് പിന്നിൽ സ്വാതന്ത്ര്യ സമരം നടത്തി അന്നത്തെ ചെറുപ്പക്കാരാണ് അടിയും കൊണ്ട് ജീവനും ത്യജിച്ച് സ്വാതന്ത്ര്യം നേടുന്നത്. അതിനുശേഷം പിന്നുള്ളവർ അത് നിലനിർത്തി അത് ജനാധിപത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവന്നു. ഇനി അത് നിലനിൽക്കണമെങ്കിൽ പുതിയ തലമുറ ചെറുപ്പക്കാർ അവിടെ വേണം, അവരുടെ വീക്ഷണങ്ങൾ വേണം. ലോകം മൊത്തം മാറുന്നുണ്ട്, അതിനനുസരിച്ചുള്ള പല പല ചെറുപ്പക്കാരുടെയും പുതിയ ആശയങ്ങൾ അവിടെ വേണം. അപ്പോൾ ജെൻസിയൊക്കെ തന്നെയാണ് പുതിയ പലതും തരണ്ടേ. ഇത് എന്തിൻ്റെ യുഗമാണ്? ഇൻ്റർനെറ്റ് യുഗം എന്നൊക്കെ പറയണ പോലും ഒരുപക്ഷെ കഴിഞ്ഞ നൂറ്റാണ്ടല്ലേ. 21-ാം നൂറ്റാണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗമായി കഴിഞ്ഞു. യുവതലമുറയുടെ അനേകം ചോയ്സുകളുടെ കാലം, അവരുടെ സ്വാതന്ത്ര്യങ്ങളുടെ കാലം, അവരുടെ വീക്ഷണങ്ങളുടെ കാലം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം അതിനെയൊക്കെ പ്രതിഫലിപ്പിക്കുന്ന ഒരാൾ ഇവിടെ വരണം. അഖിൽമാരാരെ അതൊരു വ്യക്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു പ്രതിനിധി, ജെൻസി പ്രതിനിധി. ജെൻസി ചെറിയ സംഭവമൊന്നുമല്ല, ഒരു മഹാശക്തിയാണ്. വളർന്നു വരുന്ന വോട്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു ശക്തി തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നത് എന്താ? ജെൻസി തലമുറ ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും കേരളത്തിൽ നിന്ന് ഓടിപ്പോകാനാണ്. നിൽക്കല്ലേ ഓടിക്കോ, ഇതാണ് അവസ്ഥ. ഇവിടെ നിൽക്കണ്ട, കാനഡ നോക്ക്, അല്ലെങ്കിൽ അമേരിക്ക നോക്ക്, അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് എങ്ങോട്ടേലും പോകും, ഇവിടെ നിൽക്കണ്ട കേട്ടോ, ഇവിടെ നിന്ന് രക്ഷപ്പെടില്ല എന്നൊരു സന്ദേശം കൊടുക്കുന്ന അതേ സമയത്ത് അങ്ങനത്തെ ഏജ് ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഇവിടെ രാഷ്ട്രീയമായിട്ട് എല്ലാം ചെയ്യുന്നു. ഇവിടെ നിൽക്കാൻ പറ്റും, ഇവിടെ ജീവിക്കാൻ പറ്റും, എനിക്കിവിടെ വിജയിക്കാൻ പറ്റും, ഐ ആം എ സക്സസ് ഇൻ കേരള എന്നവന് കാണിക്കാൻ പറ്റണ്ടേ? ഒരു ബ്രാൻഡായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനൊരു ബ്രാൻഡ് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ നാട് ചെറുപ്പക്കാർക്ക് സുരക്ഷിതമാണ്, ഈ നാട് ചെറുപ്പക്കാർക്ക് ആശകൾ നൽകുന്നുണ്ട്, ഈ നാട് ചെറുപ്പക്കാർക്ക് ജീവനം നൽകും. ഇത് തെളിയിക്കുന്നതിൻ്റെ അത്തരം ഒരു തലമുറയുടെ പ്രതിനിധി, അതിൻ്റെ തെളിവാണ് അഖിൽ മാരാർ എന്ന് പറയുന്നത്. അതിനാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പം അഖിൽ മാരാർ എന്നൊരു വ്യക്തിയുടെ വരവ് വെറുതെ അല്ല. മറ്റൊന്ന് 2020-ലാണ് വന്നത്. സത്യം പറഞ്ഞാൽ 2020-യുടെ രാഷ്ട്രീയം എന്നുള്ളത് ഒരു വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്. അടിസ്ഥാന വികസനത്തിൻ്റെ രാഷ്ട്രീയം, ഗ്രാമവികസനത്തിൻ്റെ രാഷ്ട്രീയം. ബി ജെ പി ഒരു വശത്ത് ദേശീയ തലത്തിൽ വികസനം പറയുമ്പോൾ മറുവശത്ത് ഗ്രാമതലങ്ങളിൽ നിന്നൊരു വികസനം. ഈ കേരളത്തിൽ ഇത് രണ്ടും ആവശ്യമാണ്. നമ്മുടെ കേരളത്തിൽ നമ്മൾ ഒരു ഭാഗത്ത് റെയിൽവേ വരുന്നതിൻ്റെ ഇല്ലെങ്കിൽ ലൈൻ ഇരട്ടിപ്പിക്കുന്ന കാണുന്നു, 6 വരിപ്പാത പണിത് വരുന്നു, സമഗ്രമായിട്ടുള്ള കുറേ സാധനങ്ങൾ അങ്ങനെ വരുന്നു. ഈ അന്നേരം ഒരു കാര്യം ആലോചിക്കണം, വികസനം പുരോഗതി രണ്ട് ഏതാണ്ട് ഒരേ അർത്ഥമാണെങ്കിലും ഇതിന് വികസനം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു മെഗാ ആയിട്ടുള്ള കാഴ്ചപ്പാടാണ്. ഒരു മൈക്രോ ലെവലിലേക്ക് വരുമ്പോൾ അതിനെ നമ്മൾ പുരോഗതിയിലേക്കാണ് പറയേണ്ടത്. വ്യക്തി ജീവിതത്തിലാണെങ്കിലും കുടുംബങ്ങളുടെ ആണെങ്കിലും ഗ്രാമതലത്തിലൊക്കെ ആണെങ്കിലും വരുമ്പോഴത്തേക്കും നമ്മൾ പുരോഗതി എന്ന് വേണം പറയാം. എങ്കിൽ മാത്രമേ അത് വ്യക്തികളുടെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ എന്നാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത്തരം കാര്യങ്ങളെ കൂടുതൽ അവിടെ നിന്നാണ് ശരിക്ക് 2020 തുടങ്ങിയത്. ഒരു പഞ്ചായത്ത്, ആ പഞ്ചായത്തിൽ ഒരു കമ്പനിയുടെ CSR ഉൾപ്പെടെയുള്ള പ്രൊജക്റ്റുകളും ആ പഞ്ചായത്തിൽ വിജയിച്ചു കഴിഞ്ഞപ്പോൾ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കിയിട്ട് കറക്റ്റ് ആവശ്യമുള്ള ഭാഗത്തേക്ക് മാത്രം ചിലവുകൾ ചുരുക്കി അടിസ്ഥാനപരമായിട്ട് ജനങ്ങളെ എങ്ങനെ സപ്പോർട്ട് ചെയ്ത് എങ്ങനെ വികസനം കൊണ്ടുവരാം, എങ്ങനെ പുരോഗതി കൊണ്ടുവരാം, ഇങ്ങനെ തെളിയിച്ച് 1-ാം ഘട്ടത്തിൽ ചിലവ് ചുരുക്കി, 2-ാം ഘട്ടത്തിൽ കൂടുതൽ വികസനം നടപ്പാക്കി, 3-ാം ഘട്ടത്തിൽ ലക്ഷറിയിലേക്ക് എത്തിച്ചു. പഞ്ചായത്തിന് വേണ്ടിയിട്ട് നീന്തൽക്കുളം വരെ പണിതു. അല്ലോ 4-ാം ഘട്ടത്തിൽ സത്യം പറഞ്ഞ് ഇനി വല്ലതും ചെയ്യാനുണ്ടോ എന്നാ സംശയം. അതുപോലെ ഈ ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമവികസനം ഈ ആധുനിക കാലത്ത് 21-ാം നൂറ്റാണ്ടിൽ AI യുഗത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു പുതുതലമുറ രാഷ്ട്രീയ പാർട്ടി, അതും ഒരു മൾട്ടിമില്യണർ ബിസിനസ്മാൻ ഉണ്ടാക്കിയ പാർട്ടി, അതവിടെ സാധിച്ചെടുത്തു. ആ പാർട്ടിയിലാണ് അഖിൽമാരാർ വന്നേക്കുന്നത്. അപ്പോൾ NDAയിൽ അത് നിൽക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ വളരെ മെഗാ സ്കെയിലിൽ പറയണ വികസനവും മൈക്രോ സ്കെയിലിൽ പറയണ പുരോഗതിയും രണ്ടും ഒരുമിച്ച് സാധ്യമാണ്. ഇത് രണ്ടും സാധ്യമാണെന്ന് സ്വന്തം ജീവിതം കൊണ്ടും സ്വന്തം രാഷ്ട്രീയ വീക്ഷണം കൊണ്ടും രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടും തെളിയിച്ച ഒരാൾ, ഇല്ല തെളിയിക്കുന്ന ഒരാൾ ആയിട്ടാണ് ഞാൻ അഖിൽമാരാരെ കാണുന്നത്. അപ്പോൾ അഖിൽമാരാർ എന്തിൻ്റെയൊക്കെ പ്രതിനിധിയാണെന്ന് ചോദിച്ചാൽ പുതിയ തലമുറ എങ്ങനെയായിരിക്കണം, അവരെങ്ങോട്ട് പോകണം, എങ്ങനെ ചിന്തിക്കണം,
അവരെങ്ങനെ ജീവിക്കണം, അവരെങ്ങനെ മാതൃകയാവണം എന്നൊക്കെ പറയുന്ന ഒന്നിൻ്റെ പ്രതിനിധിയായിട്ട് ജെൻസി എന്ന് പറഞ്ഞാൽ എങ്ങനെ ആവണം എന്നുള്ളതാണ്. ജെൻസി എന്ന് പറഞ്ഞാൽ അരാജകവാദമായിട്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ, അർബൻ നക്സലിസമായിട്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ. ഇവിടുത്തെ ജനാധിപത്യത്തെ പരിപോഷിപ്പിച്ച് അതിനൊപ്പം നിൽക്കുകയും അതിനെ വളർത്തുകയും അതിൻ്റെ അടുത്ത തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യണ്ടേ. ഇന്ത്യയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്താ? ഇന്ത്യയുടെ ഏറ്റവും വലിയ സമ്പത്ത് ഇന്നുള്ള ഇന്ത്യ എന്നുള്ള ഭൂമിയും അതിൻ്റെ ജനാധിപത്യം തന്നെയാണ്. പണ്ടത്തെ കാലത്ത് ഇത് പല പല ആധിപത്യങ്ങളായിരുന്നു, എന്നിട്ട് പലപ്പോഴും വിദേശികളുടെ ആക്രമണത്തിൽ കീഴടങ്ങിപ്പോയി. ഇന്ന് നമ്മൾ ജനാധിപത്യത്തിൽ ഒരു ഭരണഘടനയുടെ കീഴിൽ നമ്മളൊരു ഇൻറ്റഗ്രിറ്റി ആയിട്ട് ഒരുമിച്ച് നിൽക്കുകയാണ്. അത് ഈ രാജ്യം നിലനിൽക്കണമെങ്കിൽ ആ ഇൻറ്റഗ്രിറ്റി നിലനിർത്തുന്ന ജനാധിപത്യം നാളെ നിലനിൽക്കണം. അതിന് ചെറുപ്പക്കാരാണ് ആവശ്യം. നമ്മൾ പലപ്പോഴും ചെറുപ്പക്കാരുടെ സംബന്ധിച്ചുള്ള പല വീക്ഷണങ്ങളിലും രാഷ്ട്രീയക്കാരുടെയാണ്, അത് ഏതോ ഒരു തലമുറയുടെ രാഷ്ട്രീയത്തിലെ അഴിമതിയാണ്, നമ്മുടെയൊന്നും അല്ല, നമ്മളങ്ങനെയല്ല, രാഷ്ട്രീയക്കാരാവണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ കാണാറുണ്ട്. പല സിനിമകളിലും അതുപോലെയൊക്കെയുള്ള രാഷ്ട്രീയക്കാരെ കളിയാക്കി കാണിക്കുന്ന പലതുണ്ട്. അവിടെയൊക്കെ രാഷ്ട്രീയം കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഒന്നാണ്. അവിടെ ചെറുപ്പക്കാർക്ക് റോളുണ്ട്, അവർക്ക് ക്രിയാത്മകമായിട്ട് പലതും ചെയ്യാനുണ്ട്, അവരുടെ ക്രിയേറ്റിവിറ്റി ഇവിടെ അംഗീകരിക്കപ്പെടുന്നു, അവരുടെ വീക്ഷണങ്ങൾ അംഗീകരിക്കപ്പെടുന്നു എന്നൊക്കെ വന്നെങ്കിൽ അഖിൽമാരെ പോലുള്ള വ്യക്തികൾ രാഷ്ട്രീയത്തിൽ വരികയും അവരവരുടെ കോൺട്രിബ്യൂഷൻ അവിടെ കൊടുക്കുകയും വേണം. മൈഥിലി താക്കൂർ കഴിഞ്ഞ ദിവസം എൻ്റെ ആദ്യത്തെ നിയമസഭാ പ്രസംഗം എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നത് ഞാനത് ശ്രദ്ധിച്ചു. അപ്പോൾ അവിടെ അതിലെഴുതിയിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ നിയമസഭാ പ്രസംഗം. അപ്പം ആദ്യമായിട്ട് നിയമസഭ പ്രസംഗിച്ചു എന്നുള്ളത് പുള്ളിക്കാരത്തി ഇപ്പം സഭാ നടപടികൾ വീഡിയോ കിട്ടുമല്ലോ, അത് ഇട്ടിട്ടുണ്ട്. അത് കണ്ട സന്തോഷമായി. ജീവിതത്തിൽ ഒരു മൈൽ സ്റ്റോൺ ആണ് ആ കുട്ടി മാർക്ക് ചെയ്തത്, ഒരു നിയമസഭാ അംഗം എന്ന നിലയിൽ. ഇതുപോലെ അഖിൽമാരും അത് മാർക്ക് ചെയ്യട്ടെ, വിജയിക്കട്ടെ. കൊട്ടാരക്കര അദ്ദേഹം നിൽക്കാൻ പോകുന്നു തോന്നുന്നു. ഒരു കാര്യം ഉറപ്പാണ്, അഖിൽമാരും അവിടെ വിജയിക്കുമെന്ന് പറയാൻ കാരണം അവിടുത്തെ ചെറുപ്പക്കാരായക്ക് വേണ്ടി വോട്ട് ചെയ്യും. അയാൾ താരം എന്നുള്ള നിലയ്ക്ക് അയാളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അമ്മമാരുടെ വോട്ട് കിട്ടും. അതാണ് കാരണം. അയാൾ ഡ്രഗ്സിൻ്റെ പുറകെ പോകുന്ന ആളല്ല, അയാൾ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളാണ്. എങ്ങനെ ആയിരിക്കണം ഒരു ചെറുപ്പക്കാരെന്ന് അമ്മമാർക്ക് വീക്ഷണം ഉണ്ടെങ്കിൽ അതുപോലെ പോകുന്ന ആളാണ്. അയാൾ നല്ലൊരു ചെറുപ്പക്കാരനാണ്, നല്ല വീക്ഷണമുള്ള ആളാണ്, നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആളാണ്. ഇതെല്ലാം സമൂഹത്തിൽ സ്വീകരിക്കപ്പെടും. കാരണം നല്ലൊരു കുടുംബ സ്നേഹിയാണ്, അമ്മയും ഭാര്യയും ഒക്കെ ഒരു നല്ലൊരു കുടുംബനാഥനായിട്ട് പോകുന്ന എന്താണോ യഥാർത്ഥത്തിൽ നാടിൻ്റെ നിലനിൽപ്പിന് ആവശ്യം ആ രീതി ജീവിക്കുന്ന ആളാണ്. അല്ലാതെ അരാജകവാദമോ അർബൻ നക്സലിസമോ ഡ്രഗ്സോ അല്ല. പച്ചയായ മലയാളി എന്താവണമെന്ന് മലയാളി ആഗ്രഹിക്കുന്നു, അങ്ങനത്തെ ഒരു മലയാളി. ആ മലയാളി അത്രയും ചെറുപ്പക്കാരനെയാണ് നമുക്ക് ആവശ്യം.